ഇത് റയലിനെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന ടീമല്ല ഗൈസ്. ഇത് റയലിനെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. FC ബാഴ്സലോണ അവർ കത്തിക്കയറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് റയൽ മാഡ്രിഡ് അല്ല ആരും അവരുടെ മുന്നിൽ വന്നിട്ടും കാര്യമില്ല. 3-2 വിജയമാണ്. റയൽ മാഡ്രിഡ് ഒരു മികച്ച മാർജിനിൽ അല്ലെങ്കിൽ ഒരു 2-3 ഗോളിനെങ്കിൽ തോൽക്കുമെന്നൊക്കെ പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്തും അവർ ഒരു ഗോളിനല്ല തോറ്റത്. അത് എന്ത് സമാധാനിക്കാം. സെൻറ്റിലുള്ള മോശം ന്യൂസുകൾ, സെൻറ്റിലുള്ള നെഗറ്റീവ് ന്യൂസുകൾ, എഞ്ചലോട്ടിയുടെ പരിശീലക സ്ഥാനം, അതുപോലെ തന്നെ ആർസണലിനോട്ടുള്ള ഹോം എവേ മത്സരത്തിലെ തോൽവികൾ, റഫറിമാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ കുറേ ന്യൂസുകൾ ആൾറെഡി സ്പ്രെഡായി നിൽക്കുന്ന സമയത്താണ് ഈ ഒരു മത്സരം വന്നത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ റയൽ ഒരു ഗോളിന് തോറ്റ് വലിയ സമാധാനം. ഏതായാലും ഈ ഒരു തോൽവിയിൽ ബ്രസീൽ ഫാൻസിനെ ആഘോഷിക്കാനൊരു അവസരമുണ്ട്. കാർലോസ് എഞ്ചലോട്ടി ചിലപ്പോൾ ഉടനെ എത്തിയേക്കും. കാരണം എല്ലാ ഡോറുകളും ഓപ്പണാണ് അദ്ദേഹത്തിന് റയൽ മാഡ്രിഡ് വിടാനുള്ളത്.